സാർ, ഈ നിയമസഭാ സാമാജികന്മാർക്ക് സങ്കടം വരുന്നൊരു വാർത്തയെക്കുറിച്ച് ചോദിക്കാനാണ്. അതായത് കൂറുമാറിക്കഴിഞ്ഞാൽ പിന്നീട് MLA-മാർക്ക് പെൻഷൻ കിട്ടില്ല എന്നൊരു നിയമം പാസ്സായെന്ന് കേട്ടു. അത് ഹിമാചൽ പ്രദേശിലാണ് കേട്ടത്. വാസ്തവമുണ്ടോ അതിനകത്ത്? അത് എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ ഞാൻ വായിക്കുന്ന മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല. വേറെ എവിടെയെങ്കിലും സിനിജ് കണ്ടില്ല? ഞാൻ കണ്ടില്ല. പക്ഷെ വളരെ ഒരു പ്രാധാന്യമുള്ളൊരു വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം MLA-മാർക്ക് ഒരു അക്കിടി വരുന്നതിൽ ജനങ്ങൾക്കും വലിയ താല്പര്യമായിരിക്കും, സന്തോഷമൊക്കെ ഉണ്ടാവുന്ന എത്രയോ ആളുകൾ കാണും. അതെ അതെ അതെ. അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു അവതരിപ്പിച്ച് പാസ്സായി. അത് ഹിമാചൽ പ്രദേശ് അലവൻസസ് ആൻഡ് പെൻഷൻ ഓഫ് മെമ്പേഴ്സ് അമെൻമെൻറ്റ് ഭേദഗതി ബിൽ അത് പാസ്സാക്കി. കൂറുമാറ്റ നിയമപ്രകാരം ഏതെങ്കിലും ഘട്ടത്തിൽ അയോഗ്യത ഏതെങ്കിലും ഒരു MLA-ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പെൻഷൻ ഇല്ല. ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ നിന്നും ഉണ്ട്, അല്ലാതെ 2024 മുതൽ നിന്നില്ല. മുമ്പുള്ള ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും അത് തിരിച്ചു പിടിക്കും. ആ രീതിയിലാണ് ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കൂറുമാറ്റമൊക്കെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് അവതരിപ്പിക്കുന്നതെന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷെ അവിടുത്തെ വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഹിമാചലിൽ. ശരിക്കും കുത്തുവാള എടുത്തിരിക്കുകയാണ് ഈ കോൺഗ്രസ് സർക്കാർ. ഇപ്പോൾ ഭരണഘടനയുടെ 10ാമത്തെ ഷെഡ്യൂൾ പ്രകാരം 10ാമത്തെ ഷെഡ്യൂളിലാണ് കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ, അതാണ് 10th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതനുസരിച്ച് എന്തെങ്കിലും അയോഗ്യനായിട്ടുണ്ടെങ്കിൽ പെൻഷൻ ഇല്ല. ഇതാണ് ബില്ലിൽ പറയുന്നത്. അപ്പോൾ പെൻഷൻ തിരിച്ചടപ്പിക്കാനുള്ള, ഇതുവരെ വാങ്ങിച്ച പെൻഷൻ തിരിച്ചടപ്പിക്കാനുള്ള വകുപ്പും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ കൂറുമാറിയ ആള് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചടക്കുക, അതൊരു നല്ല കാര്യമാണ്. അതും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ വകുപ്പിലെ 6B എന്ന് പറഞ്ഞത് 6B പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 5 വർഷം. ഈ ബില്ലിൻ്റെ 6B ആ വകുപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു MLA അയാളുടെ ആദ്യത്തെ ടേം അല്ലെങ്കിൽ 5 വർഷം അതിൽ കുറവ് അല്ലെങ്കിൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ 36,000 രൂപ മാസം പെൻഷൻ. സെക്ഷൻ 6E പറയുന്നത് കൂടുതൽ കാലം, ഈ 5 വർഷത്തിനേക്കാൾ കൂടുതൽ കാലം MLA ആയിട്ടുണ്ടെങ്കിൽ ഓരോ വർഷത്തിനും 1000 രൂപ വീതം ആദ്യത്തെ ടേം കഴിഞ്ഞിട്ട് പിന്നത്തെ ടേമുകളിൽ 1000 രൂപ വീതം കൂടുതൽ കൊടുക്കും, 36,000-ന് പുറമെ. കൂറുമാറ്റ നിയമം പാസ്സാക്കിയത് 1985-ലാണ് ദേശീയ തലത്തിൽ. ഇപ്പം എന്താ ഇത് പാസ്സാക്കാനെന്ന് ചോദിച്ചാൽ, ഹിമാചൽ പ്രദേശിൽ 6 കോൺഗ്രസ് MLA-മാർ അടുത്ത കാലത്ത് ഈ കൂറുമാറ്റം നടത്തിയിരുന്നു അവിടെ, കോൺഗ്രസ് MLA-മാർ. അപ്പോൾ ഈ ബില്ലിൻ്റെ ഒരു ലക്ഷ്യം കോൺഗ്രസ് MLA-മാർ ഇപ്പോൾ 6 പേര് പോയല്ലോ, അവർ തിരിച്ചു പിടിക്കുക എന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ ലക്ഷ്യമാകാം, രാഷ്ട്രീയ ലക്ഷ്യം. ആ 6 കോൺഗ്രസ് MLA-മാർ സുധീർ ശർമ്മ, രവി ഠാക്കൂർ, രജീന്ദർ റാണ, ഇന്ദർദത്ത് ലഖൻപാൽ, ചൈതന്യ ശർമ്മ, ദേവീന്ദർ കുമാർ, ഇവർ ഫെബ്രുവരിയിലാണ് കൂറുമാറിയത്. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടി വിപ്പ് ലംഘിച്ചു. പാർട്ടി വിപ്പ് ലംഘിച്ചിട്ട് 2024-25 ബജറ്റ് പാസ്സാക്കുമ്പോൾ അവർ വിട്ടുനിന്നു. ഈ മുഖ്യമന്ത്രി തന്നെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രിയായിട്ട്. പിന്നെ കട്ട് മോഷൻ ചർച്ചയിൽ നിന്നും അവർ വിട്ടുനിന്നു. കട്ട് മോഷൻ എന്ന് പറഞ്ഞാൽ ഖണ്ഡനോപക്ഷേപം. ഖണ്ഡനോപക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധനകാര്യ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിൽ സർക്കാർ വിഹിതത്തിൻ്റെ ചർച്ചയെ എതിർക്കാനുള്ള ഒരു MLA-യുടെ അവകാശം ആണ്, പ്രത്യേക അവകാശം. അപ്പോൾ ഈ ഖണ്ഡനോപദേശ ധനകാര്യ ബില്ല് അവതരിപ്പിക്കുന്നു, അതിനെതിരായിട്ടാണ് കട്ട് മോഷൻ, ഖണ്ഡനോപക്ഷേപം അവതരിപ്പിക്കുക, അതിലുള്ള ധനകാര്യ അഭ്യർത്ഥനകളൊക്കെ എതിർക്കുക. അപ്പം ആ ഖണ്ഡനോപക്ഷേപം പാസ്സായി കഴിഞ്ഞാൽ അവിശ്വാസ പ്രമേയം പാസ്സാകുന്ന പോലെയാണ്. അപ്പോൾ സർക്കാർ രാജിവെക്കണം, അങ്ങനെയാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഖണ്ഡനോപക്ഷേപവും വന്നു. ഈ MLA-മാർ കൂറുമാറി കഴിഞ്ഞപ്പോൾ അതിലും അവർ പങ്കെടുത്തില്ല. അങ്ങനെ
പാർട്ടി വിപ്പ് ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ആ 6 പേര് കൂറുമാറ്റം നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ട് അവർക്കുമൊക്കെ പെൻഷൻ ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ മന്ത്രിസഭ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചീഫ് പാർലമെൻ്ററി സെക്രട്ടറീസ്, പിന്നെ അവിടുത്തെ വലിയ ഉദ്യോഗസ്ഥന്മാർ, ഇവരൊക്കെ 2 മാസത്തേക്ക് ശമ്പളം വാങ്ങേണ്ടതില്ല, 2 മാസം കഴിഞ്ഞ് വാങ്ങിച്ചാൽ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ശമ്പളമൊക്കെ അങ്ങനെയാണ് അവിടെ ഈ പ്രതിസന്ധി രൂപം കൊള്ളുന്നില്ല നാട്ടുകാരെ അറിയുന്നത്. കാരണം ദാരിദ്ര്യത്തിലാണ് ഹിമാചൽ പ്രദേശ് എന്നുള്ള വിവരം അങ്ങനെയാണ് അറിയുന്നത്. കാരണം വലിയ ഉദ്യോഗസ്ഥന്മാർ, മന്ത്രിസഭ അംഗങ്ങളും മന്ത്രിമാരും എല്ലാം 2 മാസത്തേക്ക് നമ്മൾ ശമ്പളം മേടിക്കുന്നില്ല, വേണ്ടാന്ന് വെക്കുന്നില്ല, ഡിഫർ ചെയ്യുക, പിന്നീട് മേടിക്കും. അങ്ങനെയാണല്ലേ, പിന്നീട് മേടിക്കും, ഇപ്പൊ താൽക്കാലികമായി ഡിഫർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ സുഖ്വീന്ദർ സിംഗ് സുഖു, ഈ കോൺഗ്രസ് മന്ത്രി, പറഞ്ഞിരിക്കുന്നത് ഈ പ്രതിസന്ധിക്ക് കാരണം മുമ്പത്തെ BJP സർക്കാർ, ജയറാം താക്കൂർ സർക്കാരാണെന്നാണ്. അതൊക്കെ വെറുതെ പറയാന്നേ ഉള്ളൂ. ഇവർക്ക് കൃത്യമായി ചെയ്യേണ്ടത് അതെന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിലും BJP സർക്കാരാണ്, അത്യാവശ്യം സഹായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരാണ് ഫണ്ടൊക്കെ ഇങ്ങനെ നശിപ്പിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ്, സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ്, ക്രമക്കേടുകളൊക്കെ അവരാണ്. പക്ഷേ ശരിക്കും ഇപ്പോൾ ഉള്ള ക്രൈസിസ് എന്താണെന്ന് നോക്കിയാൽ സംസ്ഥാനത്തിൻ്റെ കടം 86,589 കോടി രൂപയാണ്. 2024-25 ബജറ്റ് ഉണ്ടല്ലോ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്, അതിൽ 52,965 കോടി രൂപ ചെലവാക്കാൻ എക്സ്പെൻഡിച്ചർ കാണിച്ചിട്ടുണ്ട്. അതിൽ ശമ്പളം, പെൻഷൻ, മറ്റ് ചെലവുകൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ശമ്പളവും പെൻഷനും എല്ലാം കൂടി തന്നെ 20,639 കോടി രൂപ വരും. മൊത്തം ബജറ്റിൻ്റെ തന്നെ പകുതിയൊക്കെ ശമ്പളവും പെൻഷനുമായിട്ടാണ് വരുന്നത്. ഇത് എങ്ങനെയാണ് ആ ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കുന്നത്? 42,181 കോടി രൂപ കടം മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2023-24 റിവൈസ്ഡ് എസ്റ്റിമേറ്റിനേക്കാൾ 4% കൂടുതൽ ചിലവാകും എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിയമസഭയിൽ ഒരു അംഗത്തിന് കൊടുത്ത മറുപടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് 21,366 കോടി രൂപ കഴിഞ്ഞ 3 വർഷം കൊണ്ട് കടമെടുത്തിട്ടുണ്ടെന്നാണ്. 3 വർഷം കൊണ്ട് 21,366 കോടി രൂപ. അതിൽ 5,864 കോടി രൂപ തിരിച്ചു കൊടുത്തു. 2,810 കോടി രൂപ ഈ പെൻഷൻ ഫണ്ട് ഉണ്ടല്ലോ, പെൻഷൻ വകുപ്പ്, അതിൽ നിന്നാണ് കടം മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പെൻഷൻ വകുപ്പിൽ നിന്നൊക്കെ പെൻഷൻ എടുക്കാനുള്ള പെൻഷൻ, സർക്കാരിൻ്റെ പെൻഷൻ വകുപ്പിൽ നിന്ന് മറ്റേ ജീവനക്കാർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പെൻഷൻ തുകയിൽ നിന്നൊക്കെ കടം മേടിക്കാം എന്ന് പറഞ്ഞാൽ വിത്തെടുത്ത് കുത്തുക എന്ന് പറയുന്ന പരിപാടിയാണ്. ഒരു സംസ്ഥാനവും അങ്ങനെ ചെയ്യാറില്ല. പെൻഷൻ ഫണ്ടിൽ നിന്ന് ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം എടുക്കുക എന്നിട്ടുള്ള പരിപാടിയും കൂടി എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട പരിപാടിയും കൂടി അവിടെ ചെയ്തിട്ടുണ്ട്. 77.56 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ. ആ ജനസംഖ്യയിൽ ഇപ്പോൾ വരുത്തി വച്ചിരിക്കുന്ന മൊത്തം കടമുണ്ടല്ലോ സംസ്ഥാനത്തിൻ്റെ, അത് ഓരോ ആൾക്കും വിധിച്ചു കൊടുക്കുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശിലെ ഓരോ ആളിനും 1.17 ലക്ഷം രൂപ കടമുണ്ട്. അതാണ് ബാങ്കിൽ പോയി കടമെടുക്കാത്തവനുമൊക്കെ സർക്കാരിൻ്റെ വക കടമുണ്ട്. ഇതാണ് അവസ്ഥ. ഇപ്പോൾ അവിടെ ഓൾഡ് പെൻഷൻ സ്കീം അവിടെ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തു, പഴയ പെൻഷൻ പദ്ധതി. അപ്പോൾ ഈ പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞപ്പോൾ 2,000 കോടി രൂപയെ കടമെടുക്കാനുള്ള ശേഷി ഇപ്പോൾ സംസ്ഥാനത്തിനുള്ളൂ. പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കിയപ്പോൾ 2,000 കോടിയെ ബോറോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു. അത് പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ കപ്പാസിറ്റിയിൽ ഒരു ക്ലിപ്പ് ഇട്ടു കേന്ദ്രം. പിന്നെ അവിടെ ഇന്ദിരാഗാന്ധി പ്യാരി സുഖ് സമ്മാൻ നിധി യോജന എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അത് ഓരോ സ്ത്രീക്കും 18 വയസ്സായ ഓരോ വനിതയ്ക്കും 1,500 രൂപ
കൊടുക്കുന്ന പദ്ധതിയാണ്. ഇങ്ങനത്തെ സബ്സിഡി സ്കീമുകളുണ്ടല്ലോ, ഫ്രീ ബീസ്, ഇതുമൊക്കെ വെള്ളത്തിലാക്കിയിട്ടുണ്ട് അതിനെ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ. സാറേ, പലപ്പോഴും ഈ കൂറുമാറ്റം പല കാര്യങ്ങളിലായി നടത്തേണ്ടി വരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കേരളത്തിലൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയെ മാറ്റിയിട്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് പറയുന്നു. ശശീന്ദ്രൻ പറയുന്നത് ഞാൻ മന്ത്രിസ്ഥാനം മാറുകയാണെങ്കിൽ ഞാൻ MLA സ്ഥാനം രാജിവെക്കാമെന്ന്. എന്തായിരിക്കും അതിനുള്ളിലൊക്കെ ഈ നടക്കുന്നത്? ഇതെന്താന്ന് വെച്ചാൽ ഈ കാലുമാറ്റം, കൂറുമാറ്റം, അത് നിരോധിക്കാനായിട്ട് എൻ്റെ ഓർമ്മയിൽ ആ നിയമമൊക്കെ കൊണ്ടുവരുന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. അതിന് ആ നിയമത്തിൽ ഇത്ര % എന്നൊക്കെ വെച്ചു. ഇത്ര പേര് മാറിയാൽ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ കൂറ് മാറുമ്പോൾ അതിൻ്റെ സിംഹഭാഗവും മാറിയാലാണ് നിയമത്തിൻ്റെ പരിധിയിൽ വരാതിരിക്കുള്ളൂ. കൂറ് മാറിക്കഴിഞ്ഞാൽ അയോഗ്യരാവും, പുറത്താക്കപ്പെടുകയൊക്കെ ചെയ്യും. അയോഗ്യരായി കഴിഞ്ഞാൽ അവിടെ MLA ആയിരിക്കാൻ പറ്റില്ല, MP ആയിരിക്കാൻ പറ്റില്ല. ആ നിയമം കൊണ്ടുവന്നു. നിരന്തരം ഈ കൂറുമാറി ആളുകൾ പാർട്ടി മാറുന്നതനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെ പക്ഷെ അങ്ങനെ ഒരു നിയമമില്ലല്ലോ, കൂറുമാറുന്നു എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു MLA 2 MLA ഉള്ളിടത്തൊക്കെ കൂറുമാറിക്കഴിഞ്ഞാലും ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ കേരളത്തിലെ കാര്യം ചോദിച്ചു. ചാക്കോ കഴിഞ്ഞ ദിവസം പോയി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ചാക്കോ പറഞ്ഞിരുന്നു ശരത് പവാറാണ് തീരുമാനിക്കുന്നത്. സത്യത്തിൽ അതിൽ തുറന്നു പറയാൻ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതൊരു ആ പാർട്ടിയിൽ മറ്റേ പേയ്മെൻറ്റ് സീറ്റ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളതാണ്. ആ പാർട്ടിയിലൊരു PSC അംഗം ഉണ്ടായത് തന്നെ ഒരാൾ കൊണ്ടുപോയിട്ട് പൈസ കൊടുത്തിട്ടാണെന്നൊക്കെ ആണ് അതിൻ്റെ ഒരു വാസ്തവം. ആര് കൊടുത്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു പാർട്ടി ആണത്. അപ്പോൾ അതിൻ്റെ അകത്ത് അതൊക്കെ ഒരു കൗതുകത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഇത് വലിയ തോതിൽ ഈ ആന്ധ്രയിലൊക്കെ ആ ചന്ദ്രശേഖര റാവുവിൻ്റെയൊക്കെ അല്ല മറ്റേ തെലങ്കാന അവിടെയൊക്കെ ഈ റാവുവിൻ്റെ പാർട്ടിയിൽ നിന്നൊക്കെ എല്ലാ ദിവസമൊക്കെ ആളുകളും അറിയുന്ന കാലം മറ്റേ മാറുന്ന പോലുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതിലൊന്നും നടപടിയൊന്നും കാണാറില്ല. കാരണം ഇങ്ങനെ പടല പോലെ പോയിക്കൊണ്ടിരിക്കുകയാണത്. അവിടെ നടന്നിരിക്കുന്ന ഈ 2 കാര്യം. ഒന്നാമത് പ്രതിസന്ധി, പൈസ കൊടുക്കാനില്ല. ഇപ്പോൾ മറ്റേ നമീബിയ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് ഭയങ്കര ദാരിദ്ര്യമായതുകൊണ്ട് 750ഓളം ആനകളെ കൊല്ലുക, ഇത്ര സീബ്രയെ കൊല്ലുക, പലതരം മൃഗങ്ങളുടെ ഗ്രേഡൊക്കെ തിരിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെയൊക്കെ കൊന്ന് തിന്നുക എന്നുള്ളതാണ്. മാനുകൾ ദാരിദ്ര്യമായതുകൊണ്ട് ഭക്ഷ്യക്ഷാമമൊക്കെ ഉണ്ട്, വലിയ ദാരിദ്ര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അത് ഏതാണ്ട് അതേ ഒരു അവസ്ഥയിലാണ് ഹിമാചൽ പ്രദേശ് നിൽക്കുന്നത്. കൊടുക്കാനായിട്ട് പൈസയില്ല. അപ്പോൾ എന്താണ് ചെയ്യുക? കുറേ ഇങ്ങനത്തെ സംഗതികൾ കൊണ്ടുവന്നിട്ട് ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ചിലവ് കുറയ്ക്കാനുള്ള പല സ്കീംസിൽപ്പെട്ടവരാണ് സ്വന്തം നിയമസഭയിൽ തന്നെ ഉണ്ടായിരുന്ന അംഗങ്ങളൊക്കെ. ഏതെങ്കിലും കാലത്ത് കൂറുമാറി അയോഗ്യരായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാം കുറച്ച്. എന്നാലും എണ്ണം താരതമ്യേന പരിമിതമായി. അതെ, വളരെ കുറവായിരിക്കും അല്ലേ സാർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു നിയമത്തെ എതിർക്കില്ല, ഈ കൂറുമാറിയവരെങ്കിലും മിനിമം അത് പറ്റില്ല, അല്ലെ അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കില്ല? അല്ല, എതിർപ്പ് പക്ഷെ ജനങ്ങൾക്കുണ്ടാവില്ല. ജനങ്ങൾക്കല്ല, അവർക്കാണ് ഞാൻ ചോദിച്ചത്. അതെ, അവര് എതിർത്തിട്ട് കാര്യമില്ലല്ലോ. കാരണം എണ്ണത്തിൽ പരിമിതമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ചെയ്യാവുന്നത് ഇനി BJP സർക്കാർ വരുമ്പോൾ ഈ ഭേദഗതി നിയമം റദ്ദാക്കുക. ഇപ്പോൾ അടുത്ത ഭേദഗതി നിയമമൊക്കെ റദ്ദാക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൻഷൻ ഇല്ലാതാവുന്ന ആളുകളുണ്ടല്ലോ, അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ BJPയിൽ ചേർന്നിട്ട് BJP സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ടൊക്കെ നിൽക്കുക, കോൺഗ്രസ്സുകാരുമൊക്കെ. എന്നിട്ട് ജയിച്ചൊക്കെ വരിക. ആ ഒരു വഴിയാണ്. പക്ഷെ പലരും ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിന്ന്, സജീവ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടാവും. അവർ ജീവിച്ചു പോകുന്നത് ഈ പെൻഷൻ കൊണ്ടായിരിക്കും. അവരെ കൊണ്ട് ഈ പിച്ചയെടുപ്പിക്കുന്ന പരിപാടി അത്ര സുഖമുള്ളതല്ല. കൂറുമാറുന്നതും നല്ലതല്ല. പക്ഷേ ഈ നിയമത്തിൽ കാണുന്നത് അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ദാരിദ്ര്യവും ഒക്കെയാണ്. അതേസമയം വോട്ടർമാരെ സംബന്ധിച്ചിട്ട് ഇത് സ്വാഗതാർഹമാണ്. കേരളം പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ പാസ്സാക്കാവുന്നതാണ്. അതിന് പക്ഷേ സത്യത്തിൽ കൂറുമാറ്റത്തിന് തന്നെ നിരോധിക്കുന്ന നിയമമുണ്ട്.
പിന്നെ കൂറ് മാറിയവർക്ക് പെൻഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് രണ്ടാമതൊരു നിയമത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം കൂറ് മാറിക്കഴിഞ്ഞാൽ അയോഗ്യരായിട്ട് വിടുകയാണല്ലോ. അതെ, അയോഗ്യരായി കഴിഞ്ഞ ആളുകൾക്ക് ഇനി പെൻഷൻ കൊടുക്കില്ല എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മലയാള മാധ്യമങ്ങളിലൊന്നും അധികം ഈ വാർത്ത വന്നിട്ടില്ല. എന്തായാലും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് ABC ന്യൂസിലൂടെ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.